നമ്മുടെ കേരളത്തിന്റെ രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരത്ത് നിന്നും ട്രിവാൻഡ്രം പോകുന്ന വന്ദേ ഭാരതിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പണ്ട് കാസർഗോഡ് നിന്നായിരുന്നു. നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിന് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അത് 2023 എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ട് വണ്ടി ആകെപ്പാടെ മാറി ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. 20 കോച്ചുള്ള വന്ദേ ഭാരതാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ ഇതിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. അന്നത്തെ ഫുഡായിരുന്നു ഇപ്പോൾ കിട്ടുന്നത്, എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ്. നമ്മുടെ മംഗലാപുരം ട്രിവാൻഡ്രം വന്ദേ ഭാരതിന് എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനെ നോർമൽ ചെയർക്കാരാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ വണ്ടി തുടങ്ങിയ പിന്നെ കയറിയാണ്, പിന്നെ ഇതിൽ കയറിയിട്ടേ ഇല്ല. ഇതിന്റെ കോച്ചൊക്കെ കൂട്ടി 20 കോച്ചാക്കിയ പിന്നെ ഓറഞ്ച് വന്ദേ ഭാരത് ആക്കിയ പിന്നെ ഇത് കയറിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഇത് നമ്മൾ ട്രിവാൻഡ്രം പോയിട്ട് അവിടുന്ന് ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അമൃതയ്ക്ക് കയറി രാമേശ്വരം പോകുന്നില്ല. രാമേശ്വരം പോകുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് ഇല്ല. ദീപാവലി അല്ലേ, എവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാനാ. അപ്പോൾ ഞാൻ ഇത് പോയിട്ട് വന്നിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചു. ഇതിനൊക്കെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ്, അല്ലെ ടിക്കറ്റ് ഇത് കിട്ടത്തില്ലേ ചെയ്യണമെങ്കിൽ. അപ്പോൾ 22-ാം തീയതി അമൃതയ്ക്ക് കയറി രാമേശ്വരം പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് വണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നല്ല സമയം എടുക്കുമെങ്കിലും നമുക്ക് ഡയറക്റ്റ് രാമേശ്വരം പോവാം. അപ്പോൾ ഈ അമൃത രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ആക്കിയ പിന്നെ അമൃത നമ്മുടെ വണ്ടിയല്ലേ ഇനി മുതൽ അത് ചെന്നൈയുടെ വണ്ടിയാണ്. ഇത്രയും നാൾ നമ്മുടെ ട്രിവാൻഡ്രമാണ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റൻഷൻ ആക്കിയ പിന്നെ ഈ വണ്ടിക്ക് നമ്മുടെ അമൃത എക്സ്പ്രസ്സിന് മറ്റേ ബോട്ട് മെയിൽ എക്സ്പ്രസ് ഉണ്ടല്ലോ, രാമേശ്വരം ചെന്നൈക്ക് പോറ്, അതുമായിട്ട് റേറ്റ് ഷെയറിങ് വന്നു. അതായത് ഇവിടെ നിന്ന് പോകുന്ന അമൃത രാമേശ്വരം എത്തിയിട്ട് രാമേശ്വരത്ത് നിന്ന് വൈകിട്ട് ആ സെയിം റേറ്റ് തന്നെയാണ് ചെന്നൈക്ക് പോകുന്നത് ബോട്ട് മെയിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ നിന്ന് മെയിൻ്റനൻസ് മാറ്റിയിട്ട് ചെന്നൈയിലാക്കി. അപ്പോൾ നമ്മുടെ വണ്ടിയല്ല ഇനി മുതൽ അമൃത, അവരുടെ വണ്ടിയാണ്. അമൃതയ്ക്ക് വേണം ടിക്കറ്റ് ഇല്ല, അതിന് തത്കാലം എടുക്കേണ്ടി വരും, വേറെ രക്ഷയില്ല. തത്കാലം എടുത്ത് പോയാലേ എടുത്തുള്ളൂ. അന്ന് നോക്കിയപ്പോൾ വെയിറ്റ് ലിസ്റ്റ് 71 സ്ലീപ്പർ. അതെന്തായാലും കൺഫേം ആവാൻ പോകുന്നില്ല. എക്സ്റ്റെൻഡ് ആക്കിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്ത് തുടങ്ങി കാണും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 206331 മാംഗ്ലൂർ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए, एलपी से होकर जाने वाली गाड़ी नंबर 206331 मैंगलोर ट्रिवांड्रम वंदे भारत एक्सप्रेस थोड़ी ही देर में एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 1 पर आएगी. योर अटेंशन प्लीज. ट्रेन नंबर 20631 मैंगलोर ट्रिवांड्रम वंदे भारत एक्सप्रेस via आलपुഴ will arrive shortly on Ernakulam Junction, platform number 1. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓറഞ്ച് വന്ദേ ഭാരതി കയറാൻ പോകുന്നത് കേട്ടോ. ഈ വണ്ടിയിലാകെ ഒറ്റ തവണ കയറിയിട്ടുള്ള ആ തുടങ്ങിയ ഇടയ്ക്ക്, അത് കാസർഗോഡ് തുടങ്ങിയ സമയത്ത്, പിന്നെ കയറിയിട്ടില്ല. നല്ല അടിപൊളി കോച്ചാണ്. നമ്മുടെ പാലക്കാട് ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വന്ദേ ഭാരതാണ്. ഈ വർഷം ഉണ്ടാക്കിയ റേക്കാണ് 25 മെയ്ഡ് ഒരു 20 കോച്ചുള്ളൊരു 20 കാർ വന്ദേ ഭാരത് റേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിലെ വണ്ടിയാണ്. ഇതിലെ ഫുഡും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിനായിട്ടാണ് മെയിനായിട്ട് ഇതിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇതിന്റെ C7 കോച്ചിലാണ്. നല്ല തിരക്കാണ്. ഇവിടുന്ന് ഒരു പട ആൾക്കാർ ഇറങ്ങിയിട്ട് അടുത്ത പട ആൾക്കാർ കയറുന്നുണ്ട്. ആ പടയിൽ നമ്മളും ഉണ്ട്. നല്ല തിരക്കാണ്. നല്ല ഡിമാൻഡുള്ള റൂട്ടല്ല എറണാകുളം ട്രിവാൻഡ്രം. അപ്പൊ പിന്നെ തിരക്കില്ലെങ്കിലുള്ള അത്ഭുതമുള്ളൂ. അപ്പൊ എന്റെ സീറ്റ് 25 വിൻഡോ സീറ്റാണ്. ഈ വിൻഡോ സീറ്റ് നിങ്ങൾ കണ്ടോ, ഇവിടെ എവിടെയാണ് വിൻഡോ ഉള്ളത്? എന്ത് പറ്റിക്കണമെന്നറിയോ? മറ്റേ ദൈവമേ, ഇത് എന്താ ചെയ്യും? ഇത് എങ്ങനെ കാണും പുറത്ത് നോക്കിക്കൊണ്ടാ? വിൻഡോ സീറ്റാന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തത്. വിൻഡോ ഇല്ല, ഒന്നുമില്ല. ആ ടേബിളൊക്കെ കൊള്ളാം കേട്ടോ, നൈസാണ്. പക്ഷെ വിൻഡോ ഇല്ല, പറ്റിച്ചുള്ളത്. എന്തോ പരിപാടിക്കാതെ നോക്കി. ഇത് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ഇത് സാധനം. അടച്ചടച്ച് വെള്ളമുണ്ട്. വെള്ളം അവരുടെ കുടിച്ച് വെച്ചേക്കാണല്ലോ, വേറെ വെള്ളം തരുമായിരിക്കും. കൊള്ളാം കേട്ടോ, നല്ല കോച്ചാണ്, കിടു, നൈസ്. ഞാൻ പ്രിഫറൻസ് കൊടുത്ത് ബുക്ക് ചെയ്താ വിൻഡോ സീറ്റ്. ഇത് പുറത്തെ മര്യാദ കാണാൻ പോലും പറ്റത്തില്ല. എന്തൊരു കഷ്ടമെന്ന് നോക്കി. ഇങ്ങനെ എന്ത് വല്ല ഇങ്ങനെ നോക്കണം, എന്നാലേ കാണത്തുള്ളൂ. നമ്മൾ പഴയ VB വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി സീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ആ പുറയിലത്തെ ഇതാണെങ്കിലും നല്ല ഫിനിഷിങ് ഉണ്ട്. പഴയ VB വെച്ച് നോക്കും. പഴയ VBക്ക് ഈ ഒരു ഭാഗത്തൊന്നും മര്യാദക്കൊന്നും ഫിനിഷിംഗ് ഒന്നുമില്ല. പക്ഷേ ഇതിന് കണ്ടോ, നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്.
വണ്ടി ഫുള്ളാണ് കേട്ടോ. എനിക്ക് ഈ വിൻഡോ സീറ്റാണ് പറ്റിച്ചത്. എനിക്ക് ഇതിലും ഭേദം ഈ മറ്റേ അങ്ങേറ്റത്തെ സീറ്റായിരുന്നു. ഇതൊക്കെ ഒന്നും കാണത്തില്ല, എന്തോ പരിപാടി അതൊക്കെ. നമ്മൾ സഞ്ചരിക്കുന്ന വന്ദേ ഭാരതിൻ്റെ നമ്പർ 2061 എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. പണ്ട് കാസർഗോഡ് നിന്നായിരുന്നു. മംഗലാപുരത്തും തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വഴി 620 കിലോമീറ്റർ ആണുള്ളത്. 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് ഈ വന്ദേ ഭാരത് സഞ്ചരിക്കുന്നത്. ഈ ദൂരം നമ്മൾ ബൈ റോഡ് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 15-16 മണിക്കൂറോളം എടുക്കും വിട്ടു പോവുകയാണെങ്കിൽ. മനസ്സിലായോ? ഇത് എത്ര ടൈം കുറവാന്ന് നോക്കിയാൽ ഏകദേശം പകുതിയോളം ട്രാവൽ ടൈം കുറഞ്ഞാണ് നമ്മുടെ വന്ദേ ഭാരത് സഞ്ചരിക്കുന്നത്. രാവിലെ 6:25 മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഉച്ച കഴിഞ്ഞ് 3:05 ഇത് ട്രിവാൻഡ്രം സെൻട്രലിലെത്തും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ഇത്രയും സ്റ്റോപ്പുള്ളൂ ഈ വന്ദേ ഭാരതിന്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അരൂർ കുമ്പളം പാലത്തിന് മുകളിൽ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ലെങ്ത് വരുന്ന ഒരു പാലമാണ്. അപ്പം നമ്മുടെ അമ്പലപ്പുഴ എറണാകുളം ആ ഒരു ലൈനിന്റെ ഡബിളിംഗ് വർക്ക് നടക്കുവാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വേറൊരു പാലം പണിയുന്ന ജോലികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും അതൊക്കെ പണിത് വരുമ്പോഴേക്കും എന്തായാലും വർഷങ്ങളെടുക്കും. എത്ര കൊല്ലം എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. പണിയുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് എന്തായാലും ആലപ്പുഴ ലൈൻ ഡബിൾ ആവാൻ വേണ്ടി ഇനിയും കൊല്ലങ്ങൾ എടുക്കുമെന്ന് എന്തായാലും ഉറപ്പാണ്. ഈ സിംഗിൾ ലൈനിൽ ശരിക്കും വന്ദേ ഭാരതെന്നോ ഒന്നുമില്ല. നമ്മളിപ്പോൾ തുറവൂർ സ്റ്റേഷൻ ഔട്ടറിൽ പിടിച്ചിട്ടേക്കുവാണ്. കൊച്ചുവേളി ഇൻഡോർ എക്സ്പ്രസ് സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി. പോരെ, കൊച്ചുവേളി ഇൻഡോർ കയറി കഴിഞ്ഞ് ലൈൻ ക്ലിയർ ആയിട്ട് നമുക്ക് സിഗ്നൽ വീഴും. അപ്പോൾ ഇവിടെ തുറവൂർ സ്റ്റേഷനിൽ നടക്കുന്നതെന്ന് അറിയോ, നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ്. കൊച്ചുവേളി ഇൻഡോർ എക്സ്പ്രസ് അപ്പുറത്ത് വന്ന് കിടപ്പുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പുറത്ത്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്, കണ്ണൂർ ആലപ്പുഴ. അതിനെ നമ്മൾ ഓവർടേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. പോരെ, ഞാൻ കരുതി അടുത്ത ക്രോസിംഗ് ആണ്. നമ്മുടെ വന്ദേ ഭാരതിനെ ഇവിടെ ചേർത്തല ലൂപ്പ് ട്രാക്കേ കൂടെ പറ്റി കയറ്റി വിടുകയാണ്. ഇവിടെ നടുക്ക് ഒരു ഡീസൽ ലോക്ക് വെച്ചിട്ട് എന്തോ ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ. ഇത് എന്തോ തരത്തില്ല, ഇവിടെ ട്രാക്കിൽ പണിയെടുക്കുന്ന എന്തോ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഭക്ഷണം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാന്ന് നോക്കട്ടെ. ഇത് എനിക്കൊന്ന് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പാലട പായസമൊക്കെ ഉണ്ട് കേട്ടോ. പാലട പായസം കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ മിൽമയുടെ തൈരുണ്ട്. പിന്നെ ഇത് എന്തോന്നും അറിയത്തില്ല, തുറന്ന് നോക്കട്ടെ എന്തുവാന്ന്. ഇത് കടലക്കറിയും പിന്നെ ഇതെന്തുവാ, പുലാവോ ബിരിയാണി അങ്ങനെ എന്തോ ഐറ്റമാണ് കേട്ടോ. അതൊന്നും എഴുതിയിട്ടില്ല എന്തോ സംഭവം എന്ന്. എനിക്ക് തോന്നുന്നു പുലാവാന്ന് തോന്നുന്നു. സോയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കടലക്കറിയാണ് കേട്ടോ, കടലക്കറിയാണ്. എനിക്കൊന്ന് ചപ്പാത്തിക്കായിരിക്കും കടലക്കറി. അപ്പം മറ്റേത് ബിരിയാണി അങ്ങനെ എന്തോ ഐറ്റമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ആലപ്പുഴയിലെത്തി. ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തുന്നത്. ഇപ്പുറത്ത് കിടക്കുന്നത് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് വിടുന്ന കൊല്ലം പാസഞ്ചറാണ്. 25 മോഡൽ വന്ദേ ഭാരതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. മീൻസ് നല്ല കംഫർട്ടുണ്ട്. പിന്നെ നല്ല സൗണ്ട് പ്രൂഫാണ്. പുറത്തെ സൗണ്ട് അധികം കേൾക്കുന്നില്ല പഴയ വീബി വെച്ച് നോക്കുമ്പോൾ. നല്ല ക്ലീനാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. കൊള്ളാം കേട്ടോ, നല്ല റേക്കാണ്, നല്ല മെയിൻറ്റെയിൻഡ്, സൂപ്പർ. നമ്മൾ ആലപ്പുഴ ലൈനിൽ നിന്ന് അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വിട്ട് ട്രിവാൻഡ്രം പോവാണ്. അടുത്ത സ്റ്റോപ്പ് കൊല്ലമാണ് കേട്ടോ. കായംകുളത്ത് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഈ വണ്ടിയിൽ കയറിയ ശരിക്കും പറഞ്ഞാൽ നല്ല സീനിക് ആയിട്ടുള്ള വ്യൂസ് കാണാം. എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവ് ക്ലാസ് ആയിരിക്കും ബെറ്റർ. നല്ല വലിയ വിൻഡോയിൽ കൂടെ നമുക്ക് കേരളത്തിന് നല്ല സീനിക് ബ്യൂട്ടി കാണാൻ പറ്റും. നമ്മൾ വരുന്ന വഴിക്ക് ആലപ്പുഴ റൂട്ട്, പിന്നെ കൊല്ലം, നമ്മുടെ അഷ്ടമുടി ഭാഗമൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. 10 മിനിറ്റ് എന്തോ ഡിലേ ഉള്ളൂ നമ്മുടെ വന്ദേ ഭാരതിന് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നതാണ്. ഇത് നമ്മുടെ കൊച്ചുവേളി യശ്വന്ത്പൂർ AC എക്സ്പ്രസ് ഉണ്ടല്ലോ, അതാണ് ഈ കിടക്കുന്നത്. കൊല്ലം സ്റ്റേഷനിൽ റീഡെവലപ്മെന്റ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇടയ്ക്ക് പണി നടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എന്തോ FOB സംഭവങ്ങൾ എന്തൊക്കെയോ പണിയുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ അനന്തപുരി എക്സ്പ്രസ് ആണ്. എനിക്ക് ഫുഡ് അടക്കം 880 രൂപയാണ് ആയത്. ഫുഡ് എടുക്കാതെ ആണെങ്കിൽ ഒരു 600 രൂപ റേറ്റ് ആവത്തുള്ളൂ. ഫുഡ് വലിയ ഗുണമൊന്നുമില്ല, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കടലക്കറി ആണെങ്കിലും പുലാവോ ബിരിയാണി അങ്ങനത്തെ വരുന്നത് ഒരു വികാരം ഇല്ലായിരുന്നു. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെ തിരുവനന്തപുരം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ടൈം ആയി. ഇത്രയും നേരം ഒരു 10-20 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൺ ടൈം ആയിട്ടുണ്ട്. മിക്കവാറും 2:45-2:50 റേഞ്ചിൽ നമ്മൾ സെൻറ്ററിലേക്ക് കയറും. നമ്മൾ ഇപ്പോൾ പേട്ടയൊക്കെ കഴിഞ്ഞ് സെൻറ്ററിൽ എത്താറായി. 3:05 കയറേണ്ട വണ്ടിയാണ്. അതിൻ്റെ മുമ്പിലേ കയറാൻ കേട്ടോ. 2:45 ആയതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓറഞ്ച് കളറിലെ വന്ദേ ഭാരത് ഈ വണ്ടിക്കാണ്. അതിപ്പോൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ എങ്ങാണ്ട, ഇവിടെ ഒന്നും ഇല്ല, ബംഗാളിലെങ്ങാണ്ട. അപ്പോൾ വന്ദേ ഭാരതിൽ ഈ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അതായത് ഈ വണ്ടിയുടെ വീഡിയോ ആണ്. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ ആണ് കേട്ടോ. 12696. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് കാണാം. അപ്പം ബൈ.